പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ വീണ്ടും വാഹനാപകടം. ദിവസങ്ങൾക്ക് മുൻപ് 4 പേരുടെ മരണത്തിനിടയാക്കിയ കൂടൽ മുറിഞ്ഞകല്ലിൽ കാറുകൾ കൂട്ടിയിടിച്ചു. പരുക്കേറ്റവരെ കോന്നി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആ CCTV ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു. ശ്രീജിത്ത്, ഈ അപകടത്തിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഒപ്പം പരുക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? റാന്നി സ്വദേശികളായ കുടുംബം ഇവരുടെ മകളെ അഞ്ചലിലെ കോളേജിലേക്ക് കൊണ്ടുവിടാൻ പോകുന്ന വഴിയിലാണ് അപകടം നടന്നത്. പത്തനാപുരത്ത് നിന്ന് വന്ന ഒരു കാർ നിയന്ത്രണം വിട്ട് വരികയായിരുന്നു. ഈ കാർ കണ്ട് റാന്നി സ്വദേശികൾ കാറ് വെട്ടിച്ച് മാറ്റുകയായിരുന്നു. അപ്പോഴാണ് അപകടം ഉണ്ടായത്. ഈ 2 കാറിലുള്ള ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. റാന്നി സ്വദേശികളുടെ വണ്ടിയിൽ 5 പേരും പത്തനാപുരം ഭാഗത്തു നിന്ന് വന്ന കാറിൽ 2 പേരുമായിരുന്നു ഉണ്ടായിരുന്നത്. നിസ്സാര പരിക്കാണെന്നാണ് പറയുന്നത്. പക്ഷേ അവർ തമ്മിൽ കൂട്ടിയിടിച്ചിരുന്നുവെങ്കിൽ വലിയ അപകടം ഉണ്ടാകുമായിരുന്നു. എന്തായാലും റാന്നി സ്വദേശികൾ കാറ് വെട്ടിച്ചു മാറ്റിയത് കൊണ്ട് മാത്രമാണ് വലിയ അപകടം ഒഴിവായത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ അതിന്റെ ഒരു രൂക്ഷത അല്ലെങ്കിൽ തീവ്രത മനസ്സിലാക്കുന്ന തരത്തിൽ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കാര്യമായ രീതിയിൽ ആർക്കും പരിക്കില്ല. അവരെല്ലാവരെയും കോന്നി താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പ്രവീണ. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. ദിവസങ്ങൾക്ക് മുൻപാണ് ഇതേ മേഖലയിൽ വാഹനാപകടത്തിൽ 4 പേർക്ക് ജീവൻ നഷ്ടമായത്. അതേ മേഖലയിലാണ് വീണ്ടും അപകടമുണ്ടാകുന്നത്.